നമസ്കാരം. നമ്മൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിട്ടുള്ള ശിവക്ഷേത്ര ദർശനങ്ങളാണ് ഇത്ര നാൾ പറഞ്ഞത്. ഇനി വ്യാഴാഴ്ചകളിലെ ശിവക്ഷേത്ര ദർശനത്തെ പറ്റി പറയാം. അപ്പോൾ ഇത് നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് എഡിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പരമാവധി ആൾക്കാരിലേക്ക് എത്തുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാണുന്നവരിത് സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വ്യാഴാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി. നമുക്കറിയാം, വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ പ്രാധാന്യമുള്ള ദിവസമാണ്. അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അങ്ങനെ ഈ ദേവതകൾക്ക് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളാണ് പോവാറ്. പക്ഷേ വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഒരുപാട് ഫലങ്ങളുണ്ടാകും. അതിലൊന്ന് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നുള്ളതാണ്. കാരണം വ്യാഴാഴ്ച ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴ ഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ വ്യാഴ ദോഷത്തിനൊരു പരിഹാരമാകും വ്യാഴാഴ്ചകളിൽ ശിവഭഗവാന് ദക്ഷിണാമൂർത്തി ഭാവവും കൂടി പറയാവുന്നതാണ്. അതിനാൽ വ്യാഴദോഷം മാറി ഐശ്വര്യവും സമ്പത്തും ലഭിക്കും. പൊതുവേ വിദ്യാർത്ഥികൾ ബുധനാഴ്ച പറഞ്ഞ പോലെ തന്നെ വ്യാഴാഴ്ചയും നല്ലതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് വ്യാഴപ്രീതിയും ഒരുപാട് ഗുണം ചെയ്യും. ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ നന്നായിട്ട് കിട്ടും. അതുപോലെ പിന്നെ പിതൃദോഷങ്ങളുള്ളവർ, വീട്ടിൽ പിതൃദോഷങ്ങളുണ്ടെങ്കിൽ കലഹവും ദാരിദ്ര്യവും കടവും ബുദ്ധിമുട്ടുകളും സമാധാനക്കുറവൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന, കഴിയുന്ന വഴിപാട് നടത്തുന്നതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഉള്ളൊരു ഗുണമാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലേശങ്ങൾ, മക്കൾക്കൊരു ഉയർച്ചയില്ലാണ്ട് നിൽക്കുന്നവർക്ക് വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വ്യാഴാഴ്ചകൾ ദർശനം നടത്തുന്നുണ്ടെങ്കിൽ ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചന കൂടി ചെയ്താൽ ഒരുപാട് ഗുണം കിട്ടും. അപ്പോൾ ഈ വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഫലങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും ജീവിതത്തിൽ ഒരുപാട് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഈശ്വരാധീനം നല്ല രീതിയിൽ വർദ്ധിക്കും. ഇതാണ് ഞാൻ പറയുന്ന മറ്റൊരു ഫലം. കാരണം വ്യാഴത്തിൻ്റെ ദിവസം തന്നെ ഈശ്വരാധീനം, ഏതൊരു കാര്യത്തിലും ഈശ്വരാധീനം വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അപകടങ്ങൾ, ആപത്തുകളും പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വഴിമാറിപ്പോവും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരാധീനം നല്ല രീതിയിൽ വർദ്ധിക്കും. ഈ ദിവസം നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദയവായി നിങ്ങൾ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.